ഗുഡ് ആഫ്റ്റർനൂൺ. ടെലി മാർക്കറ്റിംഗ്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. ടെലി മാർക്കറ്റിംഗ് ചെയ്യുന്നവർ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച് പഠിക്കുന്നത് അത്ര ഗുണകരമല്ല. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ലാഘവത്തോടുകൂടെ വേണം നമ്മൾ സംസാരിക്കാൻ. പക്ഷേ അത് ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യണം. സംസാരിക്കുന്ന ആളെപ്പറ്റി അറിഞ്ഞ് അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. നമ്മൾ കൂടുതലും സംസാരിക്കാതെ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ പറയുമ്പോൾ അവരിൽ നിന്നുമാണ് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കേണ്ടത്. കാരണം അവർ വിളിച്ചിരിക്കുന്ന അവരുടെ ആവശ്യത്തിനാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അതെല്ലാം കേട്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു സ്റ്റെപ്പ് എടുക്കാനും ഒരു ഇമെയിൽ കൺഫർമേഷൻ കൊടുക്കാനും ഒരു താങ്ക് യു ഇമെയിൽ അയക്കാനും ശ്രദ്ധിക്കണം. കാരണം ഒരു കസ്റ്റമറുടെ വാല്യുബിൾ ടൈം ഉപയോഗിച്ച് നമ്മളെ വിളിക്കുമ്പോൾ അത്രയും റെസ്പെക്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കണം. നമ്മുടെ ലാംഗ്വേജും നമ്മൾ സംസാരിക്കുന്ന രീതിയും ഹാർഷാകാതെ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഉടനെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ചുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അതിനൊരു സോൾവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഒരു കമ്പനിക്ക് ട്രസ്റ്റ് ക്രിയേഷൻ ഉണ്ടാകുക. കാരണം വിശ്വസനീയമാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം. ആ വിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ എല്ലാം ഒരു ഒന്നിച്ച് പ്രവർത്തിക്കണം. കമ്പനിയെ സംബന്ധിച്ചുള്ള എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ആ വിശ്വസനീയം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഓർഗനൈസേഷന്. സോ അതേപോലെ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഊണ് കഴിക്കുന്ന നേരത്തോ 4 മണി ഉറങ്ങുന്ന നേരത്തോ ആ രീതിയിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആദ്യം നിങ്ങൾ വിളിച്ച് ഈ നമ്പർ നിങ്ങൾക്ക് പല രീതിയിലും കിട്ടിയതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെ വിളിച്ചാലും അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതെ വിളിക്കുമ്പോൾ ഞാൻ ഇന്ന് അവിടെ നിന്ന് വിളിക്കണം, ക്യാൻ ഐ ടോക്ക് ടു യു ഫോർ 2 minutes എന്ന് സാറിനെ ഞാനൊന്ന് വിളിച്ചിരിക്കുന്നു, ഒന്ന് 2 നിമിഷം സംസാരിക്കാൻ പറ്റുമോ, സാറിന് ബിസി ഇല്ലല്ലോ സാർ എന്ന് വേണം നമ്മൾ ചോദിക്കാൻ. അപ്പോൾ സപ്പോസ് അത് കുഴപ്പമില്ല സംസാരിച്ചോളൂ എന്ന് പറയുമ്പോഴാണ് നമ്മൾ കമ്പനിയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഫ്യൂ ലൈൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സാറിൻ്റെ ഇമെയിൽ ഐ ഡി തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇമെയിലിൽ ഫോർവേഡ് ചെയ്തേക്കാം. കാരണം സാറിൻ്റെ ടൈം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് സാറിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇമെയിൽ അയച്ചേക്കാം. ഓക്കെ ദെൻ യു സെൻഡ് ഇറ്റ് എന്നവർ പറയും. നിങ്ങൾക്കത് ഇമെയിൽ അയക്കാനും ആ ഇമെയിലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ അവരുമായിട്ട് തുടർന്ന് മുന്നോട്ട് പോകാനും പറ്റുന്നതാണ് ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. സോ ഫോണിൽ കൂടുതൽ സംസാരിക്കാതെ ആ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ അവർ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്. വൺസ് ഇമെയിൽ അവർ വരുമ്പോൾ നമ്മൾ ഇമെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ദേ ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് അവർ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് അവർ വാട്സാപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. എന്നിട്ട് വാട്സാപ്പിൽ ആ ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് അവർ കാണുമ്പോൾ അത് അവർക്ക് താല്പര്യമാണെങ്കിൽ ദേ വിൽ ബി റിയാക്ടിങ് ടു അസ്. ഓൾവേസ് കസ്റ്റമറുടെ കൺവീനിയൻസാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ കൺവീനിയൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്. സോ ആ രീതിയിലായിരിക്കണം ഒരു ടെലി മാർക്കറ്റിംഗ് ആളുകൾ സംസാരിക്കാനും കാര്യങ്ങൾ നല്ല രീതിയിൽ നേടിയെടുക്കാനും കഴിയണമെങ്കിൽ ആ രീതിയിൽ ഒരു ഇൻഫർമേറ്റീവ് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ച് വളരെ ദൃഢമായിട്ട് സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഇൻഫർമേഷൻ കമ്പനിയിൽ നിന്ന് ലഭിച്ചിരിക്കണം. എപ്പിസോഡ് വേ ഓഫ് ഇൻഫർമേഷൻ കൊണ്ട് നമുക്ക് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ വേറെ ഒരാളോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അതോടുകൂടെ നമ്മളുടെ സംസാരത്തിന് വില പോവില്ല. അവർ സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു ഉത്തരം കൊടുക്കാൻ കഴിയണമെങ്കിൽ ഇനിയും മെച്ചമായിരിക്കും. മേ ബി അത് ടെക്നിക്കൽ ആണെങ്കിൽ അത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഫോർവേഡ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. അല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് പ്രൈസിങ് ഫാക്ടറോ മറ്റുള്ള സർവീസ് ഫാക്ടർ, സർവീസ് ഗ്യാരണ്ടി എന്നിതെല്ലാം നമ്മൾ പഠിച്ച് വെച്ച് അവരുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സംസാരത്തിന് നമ്മളെ സൊല്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ വിൽ റെസ്പെക്റ്റ് അസ്. ഇതാണ് വൺ പാർട്ട് ഓഫ് ദ ടെലി മാർക്കറ്റിങ്ങിയുടെ കസ്റ്റമർ സർവീസ്.